Hi dear students, today we discuss about a new chapter, that is 5th chapter of 10th physics, refraction of light. The chapter name is refraction of light. We know light has many properties. Refraction of light, reflection of light. These are the main characteristics of light. In the last chapter, on the 4th chapter, we can study about reflection of light. In this chapter, we can study refraction of light. Most welcome to our class. First, an activity. Fill 3/4 of a transparent vessel with water as shown in figure. Add 1 or 2 drops of milk into it. Fill the portion of the vessel above water with a smoke. Close the vessel using an OHP glass sheet. Allow the light from a laser torch to pass through water as shown in figure. Observe the path of the light. Do you observe anything out of the ordinary? നമുക്കറിയാം, നമ്മളൊരു ചിത്രത്തിൽ കാണുന്നത് എന്താണ്? ഒരു ഗ്ലാസ് ടംബ്ലറിനകത്ത് നമ്മൾ വാട്ടർ എടുത്തിരിക്കുന്നു. അതിനകത്ത് 1-2 ഡ്രോപ്പ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സ്മോക്ക് നമ്മൾ നിറച്ചിരിക്കുന്നു. നമുക്കത് പെട്ടെന്ന് അതിൻ്റെ പാത്തിൻ്റെ ഡീവിയേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മോക്ക് നിറച്ചിരിക്കുന്നത്. ഒരു ലേസർ ടോർച്ച് വെച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്നു. അവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ പഠിച്ചിട്ടിരിക്കുന്നത് ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനായിട്ടാണെന്നാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ കണ്ടാൽ അവരൊരു ഡീവിയേഷൻ സംഭവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദ റേ ഓഫ് ലൈറ്റ് എൻറ്ററിങ് വാട്ടർ അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദ പോയിൻ്റ് ഓൺ ദ സർഫസ് വെയർ ദ മീഡിയ ഗെറ്റ് സെപ്പറേറ്റഡ്. ഇവിടെ എയറും വാട്ടറുമായിട്ട് അല്ലെങ്കിൽ ഗ്ലാസും വാട്ടറുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ആ മീഡിയയിൽ അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഒരു ഡീവിയേഷൻ സംഭവിച്ചിരിക്കുന്നു. നമുക്ക് ആ ഡീവിയേഷൻ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അത് പോകേണ്ടിയിരുന്ന പാത്ത് നേരെ സ്ട്രെയിറ്റ് ലൈനായിട്ടായിരുന്നു. പക്ഷേ ആ ലൈറ്റിൻ്റെ പാത്തിനൊരു ഡീവിയേഷൻ സംഭവിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഡീവിയേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റിഫ്രാക്ഷൻ. നിങ്ങൾക്കൊരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്തിട്ട് ഒരു പെൻസിലിട്ട് നോക്കിയാലും ഈ സെയിം ആക്ഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ റിഫ്രാക്ഷൻ നിങ്ങളുടെ പ്രാക്ടിക്കൽ യൂസിൽ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്? We know light is the fastest thing in the world. What is the speed of light in vacuum? We already studied 3 × 10⁸ meter per second. Okay. Speed of light and optical density. Analyze the table given below. Medium, speed of light in meter per second. Vacuum 3 × 10⁸ meter per second. Air has also the same, almost same value. So we can take air and vacuum as same. So the speed of light in air and vacuum is 3 × 10⁸ meter per second. Water has the speed of light is 2.25 × 10⁸ meter per second. Glass has the speed of light in 2 × 10⁸ meter per second. അതായത് ഗ്ലാസ് എന്ന മീഡിയത്തിലൂടെ ഒരു ലൈറ്റ് റേറ്റ് കടന്നു പോകാവുന്നത് 2 × 10⁸ meter per second-ലാണ്. ഡയമണ്ടിൽ കൂടിയാണെങ്കിലോ 1.25 × 10⁸ meter per second ആണ്. On analyzing the table, you might have realized that the speed of light through various media differs. Speed of light through various media. Speed of light വ്യത്യസ്തമായിട്ടുള്ള മീഡിയയിൽ, ഇവിടെ വാക്യൂം, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് 4 മീഡിയാസ് നമ്മളെടുത്തു. ഈ 4 മീഡിയാസിലും അതിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിഫറൻ്റ് ആണെന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഓരോ മീഡിയത്തിനനുസരിച്ച് ഡിഫറൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഈ ഒരു ടേബിൾ തന്നിട്ട് ഇത് വെച്ചിട്ടുള്ള അനലൈസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ടേബിൾ ഏകദേശം ഒന്ന് പഠിച്ചിരിക്കുക.
ഏറ്റവും കൂടുതൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഉള്ളത് വാക്യൂത്തിന്, പിന്നെയുള്ള വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. ആ ഓർഡർ ഒന്ന് ഓർത്തിരിക്കുക. The characteristics of each medium influence the speed of light that passes through the respective medium. The characteristics of each medium, ഓരോ മീഡിയത്തിൻ്റെയും പ്രത്യേകമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ദാറ്റ് പാസസ് ത്രൂ ദ റെസ്പെക്റ്റീവ് മീഡിയം. ആ മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റിനെ ആ ഓരോ മീഡിയത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇത് ഗ്ലാസ്സിൽ കൂടിയാണെങ്കിൽ ഗ്ലാസിൻ്റെ പ്രോപ്പർട്ടി, ഡയമണ്ടിൽ കൂടിയാണെങ്കിൽ ഡയമണ്ടിൻ്റെ പ്രോപ്പർട്ടി, വാട്ടറിൽ കൂടിയാണെങ്കിൽ വാട്ടറിൻ്റെ പ്രോപ്പർട്ടി, അങ്ങനെ ഏത് മീഡിയത്തിൽ കൂടിയാണോ കടന്നു പോകുന്നത് ആ മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടി സ്പീഡ് ഓഫ് ലൈറ്റിനെ എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് എ മെഷർ ദാറ്റ് ഷോസ് ഹൗ എ മീഡിയം ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് പാസിങ് ത്രൂ ഇറ്റ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോഴുള്ള സ്പീഡ് ഓഫ് ലൈറ്റിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ആസ് ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് എ മീഡിയം ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഇറ്റ് ഡിക്രീസസ്. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും സ്പീഡ് ഓഫ് ലൈറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. അത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിക്രീസ് ചെയ്യും. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലുള്ളതിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കുമെന്ന് ഓർത്തിരിക്കുക. ഒരെണ്ണം നിങ്ങൾ പഠിച്ചാൽ മതി, അപ്പോൾ അതിൻ്റേതനുസരിച്ചുള്ള രീതിയിൽ നമുക്കറിയാം. ഇത്തിരി മുമ്പത്തെ എക്സാമ്പിൾ നമുക്കറിയാവുന്നതാണ്. അതിനകത്ത് നമ്മൾ കണ്ടതാണ് ഡയമണ്ടിനാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കുറവ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഡയമണ്ടിന് ഏറ്റവും കുറവായതുകൊണ്ട് ഡയമണ്ടിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത്. ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഓർഡറിലാണ് തന്നിരിക്കുന്നത്. ഡയമണ്ട്, ഗ്ലാസ്, വാട്ടർ, എയർ. ഈ ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഈ ഓർഡർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നിങ്ങളോട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഓർഡറിൽ എഴുതാൻ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ഓർഡറിൽ എഴുതാൻ പറഞ്ഞുകൊണ്ട് ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കുക, സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നുള്ള ഓർത്തിരിക്കുക. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലുള്ളതിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും. സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കൂടുതലുള്ളത് വാക്യൂത്തിനകത്താണ്, എയറിനകത്താണ്. 3 × 10⁸ ആണ്. അതിലാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവെന്നുള്ളത് ഓർത്തിരിക്കുക. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ദാറ്റ് പാസസ് ത്രൂ ദ മീഡിയം. ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ആസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം ഡിക്രീസസ്. ആസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിക്രീസസ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം ഇൻക്രീസസ്. ഓർത്തിരിക്കുക, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സ്പീഡ് ഓഫ് ലൈറ്റും ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്ന കാര്യം. അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. വാക്യൂത്തിൻ്റെ നമുക്ക് ഇച്ചിരി മുമ്പ് നമുക്ക് തന്ന ടേബിൾ തന്നെയാണ്. അവിടെ ആ ടേബിളിനകത്ത് സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കൂടുതലുള്ളത് വാക്യൂത്തിനാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അവിടെ വേറൊരു പുതിയൊരു ടോപ്പിക്കും കൂടി വരുന്നുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാന്ന് കാണാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാലും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവ ഓൾമോസ്റ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. രണ്ടും ഓൾമോസ്റ്റ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളതിന് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. നമ്മൾ പറഞ്ഞായിരുന്നു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സ്പീഡ് ഓഫ് ലൈറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണെന്ന് പറഞ്ഞായിരുന്നു. ഒന്ന് കൂടുതലാണെങ്കിൽ മറ്റൊന്ന് കുറവായിരിക്കും എന്ന് പറഞ്ഞു. സെയിം രീതിയിൽ തന്നെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളതിന് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഓൾമോസ്റ്റ് സെയിം ആണ്. രണ്ടും ഇൻക്രീസ് ചെയ്തിരിക്കുന്നിടത്ത് രണ്ടും ഇൻക്രീസ് ചെയ്തിരിക്കും, ഡിക്രീസ് ചെയ്തിരിക്കുന്നിടത്ത് രണ്ടും ഡിക്രീസ് ചെയ്തിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസസ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഡിക്രീസസ്. ഓൺ ദ സെയിം വേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻക്രീസസ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഡിക്രീസസ്. നെക്സ്റ്റ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. വാട്ട് ഈസ് meant by refraction of light? When a ray of light entering obliquely from one transparent medium to another, its path undergoes a deviation at the surface of separation. This is refraction. നമ്മൾ ഫസ്റ്റിലെ കണ്ട ആക്ടിവിറ്റി മനസ്സിൽ ഓർക്കുക. ഗ്ലാസ് ടംബ്ലറിനകത്തേക്ക് ലേസർ ടോർച്ച് ഉപയോഗിച്ച് നമ്മൾ ലൈറ്റിനെ പ്രകാശത്തെ കടത്തി വിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ദ റേ ഓഫ് ലൈറ്റ് എൻറ്ററിങ് ഒബ്ലിക്ലി എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ ഫ്രം വൺ ട്രാൻസ്പെറൻറ്റ് മീഡിയം ടു അനദർ. ട്രാൻസ്പെറൻറ്റ് മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രകാശത്തെ കടത്തി വിടുന്ന എല്ലാത്തിനെയുമാണ് നമ്മൾ ട്രാൻസ്പെറൻറ്റ് മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിൽ നിന്ന് എയറും വാട്ടറും ഗ്ലാസും ഒക്കെ ട്രാൻസ്പെറൻറ്റ് മീഡിയമാണെന്നുള്ളത് അറിയാം, പ്രകാശത്തെ കടത്തി വിടുന്നതാണ്. അപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിൽ നിന്ന് മറ്റൊരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിലേക്ക് ലൈറ്റ് റേ ഒബ്ലിക്ലി എൻ്റർ ചെയ്യുമ്പോൾ, ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ
ഇറ്റ്സ് പാത്ത് അണ്ടർഗോസ് എ ഡീവിയേഷൻ. അതിൻ്റെ പാത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു. ആ ഡീവിയേഷൻ ഒരു വ്യതിയാനം സംഭവിക്കുന്നു. അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ, എവിടെ വെച്ചാണ്? ആ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ച് അതിൻ്റെ പാത്തിനൊരു ഡീവിയേഷൻ സംഭവിക്കുന്നു. ദിസ് ഈസ് നോൺ ആസ് റിഫ്രാക്ഷൻ. ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് ദാറ്റ് കോസ് ദ ഡീവിയേഷൻ. ഈ ഡീവിയേഷന് കാരണം എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വരുന്ന ഡിഫറൻസ് കൊണ്ടാണ് ഈ ഡീവിയേഷൻ ഉണ്ടാകുന്നതിനുള്ള റീസൺ. അപ്പോൾ റിഫ്രാക്ഷൻ്റെ റീസൺ എന്നാന്ന് ചോദിച്ചാൽ ഡിഫറൻസ് ഇൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്. ഓക്കെ, then next, refraction of light. Refraction is the change in the direction of a light passing from a medium to another medium of different optical density. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസമുള്ള ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ചരിഞ്ഞ് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഡീവിയേഷനാണ്, ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ ഡയറക്ഷന് വരുന്ന ചേഞ്ചിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുത്തെ ഈ ഫിഗറിനകത്ത് നോക്കിയാൽ അറിയാം. AO എന്ന് പറയുന്ന ഒരു ഇൻസിഡൻറ്റ് റേ അങ്ങോട്ട് വരുവാണ്. നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് പഠിച്ചപ്പോൾ ഇൻസിഡൻറ്റ് റേ പഠിച്ചതാണ്. അവിടേക്കൊരു ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അവിടെ വന്നു കഴിയുമ്പോൾ അത് പോകേണ്ടിയിരുന്ന പാത്താണ് ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നത്. പക്ഷേ എയറിൽ നിന്നും ഗ്ലാസ് എന്ന ഒരു മീഡിയത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം എയറിനാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ. സ്പീഡ് ഓഫ് ലൈറ്റ് എയറിന് കൂടുതലായതുകൊണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഗ്ലാസ്സിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ ഒരു മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഒരു മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഡീവിയേഷൻ എങ്ങോട്ടാന്ന് നോക്കിക്കേ? നോർമലിനോട് അടുത്ത് വരുന്നു. എന്നെന്ന് കാണിച്ചേക്കുന്നത് നോർമലാണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. നോർമലിനോട് അടുത്ത് വരുന്നു. അപ്പോൾ അവിടെ ഡീവിയേഷൻ സംഭവിച്ചു. ആ ഡീവിയേഷൻ ഇങ്ങനെ സംഭവിക്കുന്ന ഡീവിയേഷനാണ് നമ്മൾ എന്തു പറയുന്നത്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അത് നോർമലിനോട് അടുത്ത് വരാൻ, നോർമലിൽ നിന്നും എവേ ആകാം, അകന്നു പോകാൻ, രണ്ട് തരത്തിലും സംഭവിക്കാം. ചേഞ്ച് ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് റിസൾട്ട്സ് ഇൻ ചേഞ്ച് ഇൻ ഡയറക്ഷനകത്തുണ്ടാകുന്ന ചേഞ്ചാണ് ഈ സ്പീഡ് ഓഫ് ലൈറ്റിനകത്ത് വരുന്നതിൻ്റെ വ്യത്യാസം. ഇവിടെ ഈ കാണുന്നതിനകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ ഇച്ചിരി മുമ്പ് കണ്ട ഫിഗർ തന്നെയാണ്. എയറും ഗ്ലാസും 2 മീഡിയമാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ബൗണ്ടറിയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഇൻസിഡൻറ്റ് റേ അവിടേക്ക് വരുന്നു. നോർമൽ നടുക്ക് നമ്മൾ വരച്ചിട്ടുണ്ട്. നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് പഠിച്ചപ്പോഴും ഇത് തന്നെ പഠിച്ചതാണ്. നമുക്ക് നോർമൽ വരയ്ക്കാനറിയാം. അപ്പം എയർ എന്ന മീഡിയത്തിൽ നിന്നും ഗ്ലാസ് എന്ന മീഡിയത്തിലേക്ക് ഒരു ലൈറ്റ് റേ ഒബ്ലിക്ലി പ്രവേശിക്കുകയാണ്, എൻ്റർ ചെയ്യുകയാണ്, ചെരിഞ്ഞ് പ്രവേശിക്കുന്ന സമയത്ത് ഇൻസിഡൻറ്റ് റേ വരുന്നത് ചെരിഞ്ഞല്ലേ നോക്കിക്കേ. ചെരിഞ്ഞൊരു ഇൻസിഡൻറ്റ് റേ വരുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യുന്നു? ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു. അത് പോകേണ്ടിയിരുന്ന പാതയിൽ നിന്നും ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു. ആ ഡീവിയേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം കോസസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ സ്പീഡിനകത്തുണ്ടാകുന്ന ചേഞ്ചിനാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിഫ്രാക്ഷൻ ഡിഫറെൻറ്റ് മീഡിയ നമ്മളിപ്പോൾ എയർ, ഗ്ലാസ് എല്ലാം ഡിഫറെൻറ്റ് മീഡിയ എന്നറിയാം. നമുക്ക് എക്സാമ്പിൾ കൂടെ നോക്കാം. ഒരു ആക്ടിവിറ്റി: പ്ലേസ് എ ഗ്ലാസ് സ്ലാബ് ഓൺ എ ഡ്രോയിങ് ഷീറ്റ് ആൻഡ് മാർക്ക് ഇറ്റ്സ് ബൗണ്ടറി ആസ് ABCD. ഒരു ഗ്ലാസ് സ്ലാബ് എടുത്തിട്ട് ഒരു പേപ്പറെ വെച്ചിട്ട് അതിന് ABCD എന്ന് 4 വശത്തും നമ്മൾ എഴുതി വെക്കുന്നു. റിമൂവ് ദ ഗ്ലാസ് സ്ലാബ് ആൻഡ് ഡ്രോ എ ലൈൻ PQ ഓൺ ദ സൈഡ് AB. ABയുടെ സൈഡിൽ PQ എന്നൊരു നമ്മൾ എന്ത് ചെയ്യുന്നു? PQ എന്നൊരു ലൈൻ ഡ്രോ ചെയ്യുന്നു. അതേതാ നമുക്കറിയാം? PQ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേ ആണെന്നുള്ളത് നമുക്കറിയാം. അതിലേക്ക് ലൈറ്റ് വരുന്ന ഇൻസിഡൻറ്റ് റേ ആണ്. കീപ്പിംഗ് ദ ഗ്ലാസ് സ്ലാബ് ഇൻ പൊസിഷൻ, പാസ് ലൈറ്റ് ഫ്രം എ ലേസർ ടോർച്ച് ത്രൂ ഇറ്റ് എലോങ് PQവിൽ കൂടി ലൈറ്റ് റേ കടന്നു വരുന്ന രീതിയിൽ നമ്മളൊരു ലേസർ ടോർച്ച് എടുത്തിട്ട് നമ്മൾ അതിൽ കൂടി പ്രകാശത്തെ നമ്മൾ കടത്തിവിട്ടാൽ ഒബ്സർവ് ദ പാത്ത് ഓഫ് ദി ലൈറ്റ് ത്രൂ ദ ഗ്ലാസ് സ്ലാബിൽ കൂടി നമ്മൾ അതിൻ്റെ പാത്ത് നിരീക്ഷിക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാർക്ക് ദ പോയിൻറ്റ്സ് QR ആൻഡ് S. അവിടെ ചെരിഞ്ഞ് പ്രവേശിച്ചിരിക്കുന്നത് QR എന്ന് എഴുതി. അപ്പം എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഒരു ഡീവിയേഷൻ ഉണ്ടായി. അത് പോകേണ്ടിയിരുന്ന പാത അതെല്ലാം നേരെയായിരുന്നു, സ്ട്രേറ്റ് ലൈനിലായിരുന്നു പോകേണ്ടിയിരുന്നത്. അത് സ്ട്രേറ്റ് ലൈനിൽ നിന്നും ഡീവിയേഷൻ സംഭവിച്ച് നോർമലിനോട് അടുത്ത് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം പിന്നെ വീണ്ടും R എന്ന സ്ഥലത്ത് വെച്ച് വീണ്ടും ഒരു ഡീവിയേഷനും കൂടെ സംഭവിക്കുന്നുണ്ട്. R എന്നുള്ളത് ഗ്ലാസിൻ്റെ മീഡിയമാണ്.
ദെൻ എസ് എന്നുള്ളത് ഏതാണ്? എയറിൻ്റെ മീഡിയമാണ്. വീണ്ടും ഗ്ലാസിൻ്റെ മീഡിയത്തിൽ നിന്നും എയറിൻ്റെ മീഡിയത്തിലേക്ക് മാറുന്നു. അപ്പം വീണ്ടും എന്ത് സംഭവിക്കുകയാണ്? ഡീവിയേഷൻ സംഭവിക്കുകയാണ്. അതായത് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് മാറുമ്പോൾ ഒരു ഡീവിയേഷനും കൂടെ സംഭവിക്കുന്നു. ഇവിടെ 2 ഡീവിയേഷൻസ് സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ 2 നോർമലും വരച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോർമൽ വരച്ചേക്കുന്നത് നമുക്കറിയാം. അത് പോകേണ്ടിയിരുന്ന പാത്ത് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. 6ൽ നിന്നും സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുമായിരുന്നെങ്കിൽ നോർമലിനോട് അടുത്തായിരുന്നു പോകേണ്ടത്. ഇവിടെ നോർമലിൽ നിന്നും എവേ ആയിട്ട് പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യത്തത് നോർമലിനോട് അടുത്ത് വന്നു, രണ്ടാമത്തത് നോർമലിനോട് അകന്നുപോയി. അപ്പോൾ 2 കേസസ് നമുക്ക് സംഭവിക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ്. ലൈറ്റ് റേ പാസ് ചെയ്ത് വരുമ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഒന്നെങ്കിൽ നോർമലിനോട് അടുത്ത് വരും, അല്ലെങ്കിൽ നോർമലിൽ നിന്നും അകന്നു പോകും. ഏത് സിറ്റുവേഷനിലാണ് നോർമലിൽ നിന്നേക്ക് അടുത്ത് വരുന്നത്, ഏത് സിറ്റുവേഷനിലാണ് നോർമലിൽ നിന്നും അകന്നു പോകുന്നതെന്ന് നമുക്ക് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാകും. നമുക്കത് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കാം. ആ ഫിഗർ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. സെയിം ഫിഗർ തന്നെയാണ്. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്ററിങ് ഫ്രം എയർ ടു ഗ്ലാസ്, എയർ ടു ഗ്ലാസ് എന്നുള്ളതാണ്. പി ക്യു എന്നുള്ളത് എയറിലാണ് നിൽക്കുന്നത്, ക്യു ആർ എന്നുള്ളത് ഗ്ലാസ്സിലേക്ക് പ്രവേശിച്ചു. അപ്പം വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്ററിങ് ഫ്രം എയർ ടു ഗ്ലാസ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഫ്രം എ മീഡിയം ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ടു എ ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. നമുക്കറിയാം എയറിന് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായതുകൊണ്ട് അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഒരു മീഡിയത്തിൽ നിന്ന് ഗ്ലാസിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവാണ്, സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ ഒരു മീഡിയത്തിൽ നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഒരു മീഡിയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്സ് ടുവേഡ്സ് ദ നോർമൽ. ആ ഒരു സാഹചര്യത്തിൽ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്സ് ടുവേഡ്സ് ദ നോർമൽ, നോർമലിനോട് അടുത്ത് വരും. ഏത് സമയത്താണെന്ന് ഓർത്തിരുന്നാൽ മതി? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ നിന്ന് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നോർമലിലേക്ക് അടുത്ത് വരും. അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് ഞാനൊരു ബ്ലണ്ടറായിട്ടുള്ളൊരു മെമ്മറി ക്ലൂ പറഞ്ഞു തരാം. അതെങ്ങനെയാണ്? നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറവായിട്ട് രണ്ടാമത്തെ പരീക്ഷയ്ക്ക് കൂടുതലായിട്ട് വന്നു. മാർക്ക് കൂടുതലായിട്ട് കുറവായിരുന്നതിൽ നിന്നും കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്തും പേരൻസിൻ്റെ അടുത്തും ഒക്കെ ഇച്ചിരി അഭിമാനത്തോടെ നിൽക്കാൻ പറ്റും. നിങ്ങൾക്ക് അവരോട് സമീപിക്കാനായിട്ട് ഇച്ചിരിയും കൂടെ നിങ്ങളുടെ മനസ്സുകൊണ്ട് എന്തുണ്ടാകും? കുറച്ചും കൂടെ ഫ്രീഡം തോന്നും. അപ്പം നോർമലിനോട് അടുക്കുന്നു. നോർമൽ എന്നുള്ളത് ടീച്ചറാണ് ഉദ്ദേശിക്കുക. നിങ്ങളാണ് ലൈറ്റ് റേ എന്നുള്ളത് ഓർക്കുക. അപ്പം നിങ്ങളുടെ മാർക്ക് കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് വരുമ്പോൾ നിങ്ങൾ ടീച്ചറിനോട് അടുക്കുന്നു, അല്ലെങ്കിൽ പേരൻസിനോട് കൂടുതൽ അടുക്കുന്നു എന്നുള്ളത് ചിന്തിക്കുക. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ നിങ്ങൾ മാർക്ക് എന്നുള്ളതിന് പകരം നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആക്കുന്നു. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നോർമലിനോട് അടുക്കുന്നു. ദെൻ അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്ററിങ് ഫ്രം ഗ്ലാസ് ടു എയർ, ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക് പ്രവേശിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം എ മീഡിയം ഓഫ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ടു ദാറ്റ് ഓഫ് എ ലോവർ വൺ. ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ് ഏതെന്നുള്ളത്? ഗ്ലാസ്സിന് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ്, എയറിന് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഒരു മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ ഒരു മീഡിയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നത്? റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ, നോർമലിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നോർമലിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്ററിങ് ഫ്രം ഗ്ലാസ് ടു എയർ, ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതായത് നമ്മുടെ ക്യു ആറാണ്. ക്യു ആർ എന്നുള്ളത് ഗ്ലാസ് ആണ്. അവിടുന്ന് RS എന്ന് പറയുന്നത് അതാണ് എയറാണ്. അപ്പം ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ അവിടുന്ന് അകന്നു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞ ഇച്ചിരി മുമ്പത്തെ ബ്ലണ്ടറായിട്ടുള്ള മെമ്മറി ക്ലൂ തന്നെ നമ്മളിവിടെയും സൂചിപ്പിക്കുന്നു. നമുക്ക് എന്താണ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നുള്ളത് കൂടുതൽ മാർക്കാണെന്നുള്ളത് ഓർക്കുക. അപ്പം കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്ന ഒരാൾക്ക് മാർക്ക് കുറഞ്ഞു പോയെങ്കിൽ, അടുത്ത പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയെങ്കിൽ ആ പേപ്പർ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ടീച്ചേഴ്സിനെയും പേരൻസിനെയും ഒക്കെ കാണിക്കാനായിട്ട് ഇച്ചിരി വിഷമം ഉണ്ടാകും, പേടിയുണ്ടാകും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അവരിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഇച്ചിരി അകന്നു പോകും. അപ്പം അങ്ങനെ അങ്ങ് ഓർക്കുക. അപ്പം ഫ്രം എ മീഡിയം ഓഫ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ടു എ ദാറ്റ് ഓഫ് എ ലോവർ വൺ, the refracted ray deviates away from the normal, away from the normal, നോർമലിൽ നിന്നും
അകന്നു പോകുന്നു. ഈ പോയിന്റ്സ് രണ്ടും വളരെ പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്ലണ്ടറായിട്ടുള്ള മെമ്മറി ഗ്ലൂ വെച്ച് പറഞ്ഞു തന്നത്. ഇത് നോട്ടിലേക്ക് എഴുതിയെടുത്ത് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആ പോയിന്റ്സ് അതേപടി തന്നെ ഓർത്തിരുന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ദ സെയിം പ്ലെയിൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇവിടെ പി ക്യൂ എന്നുള്ളതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദെൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ സംഭവിച്ചിരിക്കുന്നതാണ് ക്യു ആർ എന്നുള്ളത് ഒരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷനാണ്. അതുപോലെ തന്നെ ആർ എസ് എന്നുള്ളതും വേറൊരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷനാണ്. ആർ എസ് എന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ്റെ ഇൻസിഡൻറ്റ് റേയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് റേ ആണ് ക്യു ആർ എന്നുള്ളത്. അപ്പോൾ അവിടെ വരുന്ന നോർമലും ആംഗിൾ ഓഫ് ഇൻസിഡൻസും തമ്മിൽ വരുന്ന റേയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിൽ വരുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതും നോർമലും ഇത് മൂന്നും സെയിം പ്ലെയിനിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ഇൻ ദ സെയിം പ്ലെയിൻ. ഇത് നിങ്ങൾ റിഫ്ലക്ഷൻ്റെതിനകത്ത്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനകത്ത് സെയിം രീതിയിൽ പഠിച്ചതാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ഇൻ ദ സെയിം പ്ലെയിൻ എന്നായിരുന്നു. ഇവിടെ ഒരു വ്യത്യാസമാണ്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ളതിന് പകരം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നാകുന്നു എന്നുള്ള വ്യത്യാസം മാത്രം. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഈ 3 പോയിന്റ്സ് നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക, പഠിക്കുക. When a ray of light entering obliquely from one transparent medium to another, its path undergoes a deviation at the surface of separation. This is known as റിഫ്രാക്ഷൻ. നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്. അതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു, as the optical density of a medium increases, the speed of light through it decreases. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളതിന് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും സ്പീഡ് ഓഫ് ലൈറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും എന്നോർത്തിരിക്കുക. when a ray of light traveling from റെയറർ ടു ഡെൻസർ മീഡിയം. റെയറർ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളതിനാണ് നമ്മൾ റെയറർ മീഡിയം എന്ന് പറയുന്നത്. ഡെൻസിറ്റി കൂടിയ മീഡിയത്തിനാണ് നമ്മൾ ഡെൻസർ മീഡിയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പരീക്ഷാ പേപ്പറിൽ തരുമ്പോൾ ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയായിരിക്കും. റെയറർ മീഡിയം, ഡെൻസർ മീഡിയം എന്നായിരിക്കും. റെയറർ മീഡിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം എന്നും, ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി കൂടിയ മീഡിയം എന്നുമാണെന്നുള്ളത് ഓർത്തിരിക്കുക. when a ray of light traveling from rarer to denser medium എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഡെൻസിറ്റി ടു ഹയർ ഡെൻസിറ്റി, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആ സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനേക്കാളും എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. വെൻ എ റേ ഓഫ് ലൈറ്റ് ട്രാവലിംഗ് ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം, നേരെ തിരിച്ച് the angle of incidence is less than the angle of refraction. അത് നിങ്ങൾ അതേപടി സെൻറ്റൻസ് പഠിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അവിടുത്തെ വാല്യൂ ഒന്നും നോക്കി വരാതെ തന്നെ നിങ്ങൾക്കിത് വെച്ചുകൊണ്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് എൻ്റെ കൺക്ലൂഷനായിട്ട് ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. when a ray of light is incident from rarer to denser medium, the refracted ray deviates towards the normal. നമ്മളിത് പറഞ്ഞുള്ളൂ. പിന്നെ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഫ്രം റെയറർ ടു ഡെൻസർ മീഡിയം. റെയർ എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി കുറവുള്ള ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ നിന്ന് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലേക്ക് പോകുമ്പോൾ ഡീവിയേറ്റ്സ് ടുവേഴ്സ് ദ നോർമൽ. നമ്മൾ ബ്ലണ്ടർ മെമ്മറി ക്ലൂ പറഞ്ഞതാണ്. റെയറർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മാർക്ക് കുറഞ്ഞതിൽ നിന്ന് മാർക്ക് കൂടി വന്നു കഴിയുമ്പോൾ നമ്മൾ അവരോട് അടുക്കുന്നു. ആ ഒരു ഇത് തന്നെയാണ് ടുവേഴ്സ് ദ നോർമൽ. നോർമലിന് നേരെ, നോർമലിനോട് അടുത്തു വരുന്നു. when ray of light incident from denser to rarer media, the refracted ray deviates away from the normal. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളതിൽ നിന്ന് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളതിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതായത് മാർക്ക് കൂടിയതിൽ നിന്ന് കുറഞ്ഞു വന്നു വരുന്നൊരു സിറ്റുവേഷനകത്ത്, മാർക്ക് എന്നുള്ളതല്ല, അത് ഓർമ്മ വയ്ക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നുള്ളതാണ്. ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ നിന്ന് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡിവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ. നോർമലിൽ നിന്നും അകന്നു പോകുന്നു. നോർമലിൽ നിന്നും അകന്നു പോകുന്നു. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ഇൻ ദ സെയിം പ്ലെയിൻ. ഇവ മൂന്നും ഏതിലായിരിക്കും? സെയിം പ്ലെയിനിലായിരിക്കും വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നതായിരിക്കും. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് എയറിൽ നിന്നും വാട്ടറിലേക്ക് ലൈറ്റ് റേ പ്രവേശിക്കുകയാണ്. ഇൻസിഡൻറ്റ് റേ എയറിൽ നിന്നാണ് വരുന്നത്.
അത് പോകേണ്ടിയിരുന്ന പാത്താണ് ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്, പക്ഷേ അത് ഒറിജിനലി പോകുന്ന പാത്താണ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം അത് നോർമലിനോട് എയർ എന്ന് പറഞ്ഞത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയമാണ്, വാട്ടർ എന്ന് പറഞ്ഞത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയമാണ്. അപ്പം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് കൂടിയ മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നോർമലിനോട് അടുക്കുന്നു. ഇപ്പം നോർമലിനോട് അടുക്കുന്നു എന്നുള്ളത് മനസ്സിലായി. നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഫിഗറുകൾ വെച്ചുകൊണ്ട് നിങ്ങളോട് അടുത്ത ടേബിൾ കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. നോ ഡീവിയേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ കേസ് ഓഫ് ലൈറ്റ് റേ ഫോളിങ് നോർമലി ഓൺ എ മീഡിയം. ഡീവിയേഷൻ സംഭവിക്കുകയില്ലാത്തത്, ഒരു തരത്തിലും ഡീവിയേഷൻ സംഭവിക്കുകയില്ലാത്തത് ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അവിടുത്തെ സിയും ഇയുമാണ് അങ്ങനെയുള്ളത്. അതായത് നോർമലിൽ കൂടി തന്നെയാണ് ഒരു ലൈറ്റ് റേ വരുന്നതെങ്കിൽ അതിന് ഡീവിയേഷൻ ഒരിക്കലും സംഭവിക്കുകയില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. സിയും ഇയും ഫിഗർ അതാണ്. നോർമലിൽ കൂടിയാണ് വരുന്നത് അല്ലെങ്കിൽ നോർമലിലേക്ക് പോകുന്നു. ആ ഒരു സമയത്ത് എന്ത് സംഭവിക്കത്തില്ല, ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത് നോക്കുക. ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത് നോക്കുമ്പോൾ ഇൻസിഡൻറ്റ് റേ ഏതാണ്, റിഫ്രാക്റ്റർ റേ ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അവിടെ രണ്ടും സെയിം പാത്തിൽ കൂടി തന്നെയാണ്, നോർമലിൽ കൂടി തന്നെയാണ് പോകുന്നത്. അപ്പം നോർമലിൽ വെച്ച് ഡീവിയേഷൻ, നോർമലിൽ കൂടി ലൈറ്റ് റേ വന്നിട്ടുണ്ടെങ്കിൽ ഡീവിയേഷൻ സംഭവിക്കില്ല എന്ന് ഓർക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വെൻ ലൈറ്റ് പാസസ് ഒബ്ലിക്ലി ഫ്രം എ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ടു എ മീഡിയം ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ. നോർമലിൽ നിന്നും അകന്നു പോകുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബിയും ഡിയും ഫിഗറുകളാണ്. ബി എന്നുള്ള ഫിഗറിനകത്ത് നോക്കിക്കേ, എയറിൽ നിന്നും വന്നിരിക്കുന്ന എവിടെ നിന്നാണ് നോക്കിക്കുക, ആരോ മാർക്ക് നോക്കിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏത് മീഡിയത്തിൽ നിന്ന് ഏത് മീഡിയത്തിലേക്ക് പോകുന്നുവെന്ന്. ബി എന്ന ചിത്രത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ഗ്ലാസ്സിൽ നിന്നും അവിടെ നിന്നാണ് ആരോ മാർക്ക് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഗ്ലാസ്സിൽ നിന്നും എയറിലേക്കാണ് പ്രവേശിക്കുന്നത്. ഗ്ലാസ് എന്നുള്ളത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയമാണ്. അവിടെ നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. കൂടിയ മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ എവേ ഫ്രം ദ നോർമൽ ആണെന്നുള്ളത് നമുക്കറിയാം. അവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. നോർമലിനോട് അടുത്താണ് ഡോട്ടഡ് ലൈൻസ് കാണിച്ചേക്കുന്നത്. അതിലായിരുന്നു പോകേണ്ടിയിരുന്നത്, പക്ഷേ അവൻ പോയിരിക്കുന്ന ഒറിജിനൽ പാത്താണ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നോർമലിൽ നിന്നും അകന്നു പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡി എന്ന ഫിഗറിനകത്തേക്ക് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്, ഗ്ലാസ് എന്ന മീഡിയത്തിൽ നിന്നും വാട്ടർ എന്ന മീഡിയത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഗ്ലാസ് എന്ന മീഡിയത്തിൽ നിന്നുമാണ് ഇൻസിഡൻറ്റ് റേ വരുന്നത്. അപ്പം ഗ്ലാസ് എന്ന മീഡിയമാണ്, ഗ്ലാസും വാട്ടറും കൂടി ഉള്ളതിനകത്ത് ഗ്ലാസ് എന്ന മീഡിയത്തിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതെന്ന് നമുക്കറിയാം. അപ്പം ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ നിന്ന് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലേക്കാണ് പോകുന്നത്. നമുക്ക് ആ ഓർഡർ അറിയാവുന്നതാണ്. എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. ആ ഫസ്റ്റിൽ പഠിച്ച ഓർഡർ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള പ്രോബ്ലംസ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗ്ലാസ്സിൽ നിന്നും വാട്ടറിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് പോകേണ്ടിയിരുന്ന പാത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ തന്നെത്താൻ വരച്ച് നോക്കാവുന്നതാണ്. ഡോട്ടഡ് ലൈൻസ് സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ വെച്ചിട്ട് വരച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എവേ ഫ്രം ദ നോർമൽ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വെൻ ദ ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഒബ്ലിക്ലി ഫ്രം എ മീഡിയം ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ടു എ മീഡിയം ഓഫ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ നിന്ന് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്സ് ടുവേഴ്സ് ദ നോർമൽ. നോർമലിനോട് അടുത്ത് വരുന്നു. ആ ഫിഗറാണ് ഫസ്റ്റ് ഫിഗർ. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. ഫസ്റ്റ് ഫിഗർ കാണിച്ചിരിക്കുന്നത് നോർമലിനോട് അടുത്ത് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമാണ് ടുവേഴ്സ് ദ നോർമൽ. ബിയും ഡിയും എവേ ഫ്രം ദ നോർമലാണ്. സിയിലും ഇയിലും എന്താണ്, ഡീവിയേഷൻസ് ഒന്നും സംഭവിക്കുന്നില്ല നോർമലായിട്ടുള്ള സിറ്റുവേഷൻസിൽ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇത് വരച്ച് തന്നെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വരച്ച് പഠിച്ചാൽ മാത്രമേ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. വാട്ട് ഈസ് മീൻ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് എ മെറ്റീരിയൽ is a dimensionless number that describe how fast light travel through the material. ഒരു മെറ്റീരിയലിലൂടെ ലൈറ്റ് എന്തുമാത്രം സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് നമ്മൾ നമ്പറിലായിട്ട് പറയുന്നതിനാണ്. ഡയമെൻഷൻലെസ് ആണ്. അതായത് അതിന് ഡയമെൻഷൻ നമ്മൾ പറയുന്നില്ല.
അല്ലാതെ നമ്പറായിട്ട് മാത്രം പറയുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ മെഷർ ഫോർ ഹൗ മച്ച് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഇൻസൈഡ് ദ മീഡിയം. അത് ലൈറ്റിൻ്റെ ഒറിജിനലി ആയിട്ടുള്ള വാക്യത്തിൽ കൂടിയുള്ള അല്ലെങ്കിൽ എയറിൽ കൂടിയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. മറ്റൊരു മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റിയിൽ എന്ത് വരുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ റെഡ്യൂസ് സംഭവിക്കുന്നത് എത്രമാത്രമാണെന്ന് നമ്മൾ പറയുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ളത് സ്മോൾ ലെറ്റർ എൻ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. സ്മോൾ ലെറ്റർ എൻ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സൂചിപ്പിക്കുന്ന ലെറ്റർ എന്നുള്ള കാര്യം, സിമ്പിൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ലോസ് ഓഫ് റിഫ്രാക്ഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ 4th ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഓൺ ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദി ടു മീഡിയ വിൽ ഓൾവേസ് ബി ഇൻ ദ സെയിം പ്ലെയിൻ. അത് നമ്മൾ റിഫ്ലക്ഷൻ്റെതിനകത്ത് ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ളൊരു ലോ പഠിച്ചതാണ്. അത് തന്നെയാണെന്നുള്ള ഓർക്കുക. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ളതിന് പകരം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണെന്നുള്ളതാണ് വ്യത്യാസമുള്ളത്. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് ദി, റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണെന്നുള്ള അറിയാമല്ലോ, റേഷ്യോ ഓഫ് ദി സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ sin I/sin R. sin I ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് sin I ആണ്. സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് sin R ആണ്. വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അതെപ്പോഴും എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദിസ് ഈസ് നോൺ ആസ് സ്നെൽസ് ലോ. അതിനാണ് സ്നെൽസ് ലോ എന്ന് പറയുന്നത്. 2 തരത്തിൽ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്നെൽസ് ലോ എന്നാന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. sin I/sin R ഈസ് എ കോൺസ്റ്റൻറ്റ്. അതിനാണ് സ്നെൽസ് ലോ എന്ന് പറയുന്നത്. സ്നെൽസ് ലോ എന്നാന്നുള്ളതും വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്നാന്നുള്ളതും ചോദിക്കാം. ഏതാണെങ്കിലും ഓർത്തിരിക്കുക. ദ കോൺസ്റ്റൻറ്റ് ഫ്രം സ്നെൽസ് ലോ ഈസ് നോൺ ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സ്നെൽസ് ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കോൺസ്റ്റൻറ്റിനാണ്, അതായത് sin I/sin R ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു. ആ sin I/sin R ഈസ് കോൺസ്റ്റൻ്റ് എന്നുള്ളത് സ്മോൾ ലെറ്റർ n ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ കോൺസ്റ്റൻറ്റിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ n. സ്നെൽസ് ലോ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ലോസ് ഓഫ് റിഫ്രാക്ഷൻ പഠിച്ചിരിക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സൂചിപ്പിക്കുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ n ആണെന്നുള്ളതും ഓർത്തിരിക്കുക. ഈ കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇത്രയും പഠിച്ചതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഒന്ന് ചെയ്ത് നോക്കുക. വാട്ട് ഡു യു മെൻ ബൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? വാട്ട് ഈസ് റിഫ്രാക്ഷൻ? ചൂസ് ദ കറക്റ്റ് ഫിഗർ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. നിങ്ങൾ ആദ്യം ഇതിൻ്റെ ആൻസർ ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിക്കഴിഞ്ഞിട്ട് അത് ശരിയാണോ എന്ന് വീഡിയോയുമായിട്ട് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കിക്കേ. ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്നും എങ്ങോട്ടാണ് പോയേക്കുന്നതെന്നുള്ളത് നോക്കണം. ആരോ മാർക്ക് പോയേക്കുന്നത് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്കാണ് പോയേക്കുന്നത്. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്കാണ് പോയേക്കുന്നത്. അതായത് മാർക്ക് കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, എവേ ഫ്രം ദ നോർമലാന്നുള്ളത് നമ്മൾ പഠിച്ചതായിരുന്നു. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ചെയ്തേക്കുന്നത്, നോർമലിനോട് അടുത്ത് വരുവാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ ഫിഗർ എന്ന് പറയുന്നത് തെറ്റാന്നുള്ളത് നമുക്കറിയാം, അത് കറക്റ്റല്ല. സെക്കൻഡ് ഫിഗർ നോക്കിക്കേ, റെയറർ മീഡിയത്തിൽ നിന്നാണ് വരുന്നത്. ആരോ മാർക്ക് ശ്രദ്ധിക്കുക, റെയറർ മീഡിയത്തിൽ നിന്നാണ് ഇൻസിഡൻറ്റ് റേ വരുന്നത്. റെയറർ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളതാണ്. ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ നിന്ന് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലേക്കാണ് വന്നിരിക്കുന്നത്. ലോവറിൽ നിന്ന് മാർക്ക് കുറഞ്ഞതിൽ നിന്ന് കൂടി വന്നാൽ നമ്മൾ ടുവേഴ്സ് ദ നോർമലാണ്, അടുത്ത് വരുമെന്നുള്ളത് നമുക്കറിയാം. അപ്പം ടുവേഴ്സ് ദ നോർമലാണ്, നോർമലിനോട് അടുത്തായിരുന്നു വരേണ്ടിയിരുന്നത്. ഇവിടെ പക്ഷേ അകന്നായിട്ടാണ് വരച്ചിരിക്കുന്നത്. അത് പോകേണ്ടിയിരുന്ന ലൈൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോട്ടർ ലൈൻസ് വെച്ച് വരച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ടുവേഴ്സ് ദ നോർമലായിരുന്നു വരേണ്ടിയിരുന്നത്, പക്ഷേ ഇവിടെ അകന്നു പോകുകയാണ് ചെയ്തത്. അതുകൊണ്ട് സെക്കൻഡ് ഫിഗറും എന്തുള്ളതാണ്, നമ്മുടെ റോങ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാകാം. തേർഡ് ഫിഗർ നമുക്ക് നോക്കാം. തേർഡ് ഫിഗറിനകത്ത് വന്നിരിക്കുന്നത് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതായത് ആരോമാർക്ക് നോക്കിയാണ് നമ്മൾ ഏത് മീഡിയത്തിൽ നിന്ന് ഏത് മീഡിയത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളതിൽ നിന്നും ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളതിലേക്കാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എവേ ഫ്രം ദ നോർമലാണെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ആ ഫിഗർ കാണിച്ചിരിക്കുന്നത് കറക്റ്റാണ്.
സ്ട്രെയിറ്റ് ലൈൻ പോകുമായിരുന്നെങ്കിൽ നോർമലിനോട് അടുത്തായിരുന്നു പോകേണ്ടിയിരുന്നത്. ഇവിടെ നോർമലിൽ നിന്നും അകന്നാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തേർഡ് ഫിഗറാണ് ഇവിടെ കറക്റ്റായിട്ട് ഉള്ളത്. അപ്പം തേർഡ് ഫിഗറാണ് ഇതിനകത്ത്, ഫിഗർ 3 ആണ് ഇതിനകത്തെ കറക്റ്റ് ഫിഗർ. ഇങ്ങനെ ഒരെണ്ണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട്, ആൻസർ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പഠിച്ചാൽ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുള്ളത് ഉറപ്പിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ റിലേറ്റഡ് ടു റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അവിടെ മീഡിയം 1ഉം മീഡിയം 2ഉം ഉണ്ട്. ഫൈൻഡ് ഔട്ട് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമുക്കറിയാം മീഡിയം 1ൽ നിന്നും മീഡിയം 2വിലേക്കാണ് പോകുന്നത്. അപ്പം മീഡിയം 1ലുള്ളതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിൽ വരുന്ന ആംഗിളാണ്. അവിടെ 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെന്നുള്ളത് നമുക്കറിയാം. ഇനി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളാണ്. അത് 18 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് 18 ഡിഗ്രി ആണെന്നുള്ളത് നമുക്കറിയാം. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 18 ഡിഗ്രി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇൻ ദ ഡയഗ്രാം വിച്ച് മീഡിയം ഹാസ് മോർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് വെച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ശേഷമാണ് നിങ്ങൾ ഇതിൻ്റെ ആൻസർ നോക്കാവുള്ളൂ. വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ, ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മീഡിയം 1ൽ നിന്നും മീഡിയം 2വിലേക്ക് വന്നപ്പോൾ അത് നോർമലിനോട് അടുത്ത് വന്നതായിട്ടാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. നോർമലിനോട് അടുത്ത് വരുവാണ്. നോർമലിനോട് അടുത്ത് വരുന്നത് ഏത് കേസിലാണെന്ന് നമുക്കറിയാം. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ലോവർ ഡെൻസിറ്റി ഉള്ളതിൽ നിന്നും ഹയർ ഡെൻസിറ്റി ഉള്ളതിലേക്ക് വരുമ്പോഴാണ്. അപ്പം ഇവിടെ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വന്നപ്പോഴാണ് ഇതിൻ്റെ നോർമലിനോട് അടുത്ത് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡെൻസർ മീഡിയം എന്ന് പറയുന്നത് രണ്ടാമത്തെ മീഡിയമാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഡെൻസർ മീഡിയത്തിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ളതെന്ന് അറിയാം. ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളതിനാണ് നമ്മൾ ഡെൻസർ മീഡിയം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ മീഡിയം 2 ആണ് മോർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളതെന്ന് നമുക്കിതിനകത്തുനിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ക്ലാസ് കണ്ട് മനസ്സിലാക്കി പഠിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. നോട്ട് എഴുതിയെടുത്ത് കൃത്യമായിട്ട് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല മാർക്ക് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ക്ലാസ് നിരീക്ഷിച്ച് പഠിച്ച എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. സബ്സ്ക്രൈബ് ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക.